ദിവസങ്ങൾ പിന്നെയും കടന്നു. ആഴ്ചയും പോയി മറിഞ്ഞു. ഇന്നലത്തോടെ ഫസ്റ്റ് സെം എക്സാമും കഴിഞ്ഞ് ബ്രേക്കുമായി. ഇനി കുറച്ചിടെ സമാധാനത്തോടെ ഇരിക്കാം. ക്ലാസ്സിൽ പോവണ്ട, പക്ഷെ അമ്മുവിന് പോകണം. അവൾക്ക് എക്സാം ആകുന്നതേ ഉള്ളൂ. മഹേഷ് ഏട്ടൻ ഇടയ്ക്കൊരു ദിവസം നാട്ടിൽ പോയിരുന്നു. അച്ഛന് വയ്യാതെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നിരുന്നു. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അച്ഛാ, നാളെ എനിക്ക് ചങ്ങനാശ്ശേരി വരെ പോകണം. പ്രൊജക്ട് സബ്മിറ്റിംഗ് ഉണ്ട്. അത്രയും ദൂരം ബസ്സിലെങ്ങനെയാണ് പോകുന്നത്? ഞാൻ നമ്മുടെ ഡ്രൈവറിനെ കൂട്ടി പൊക്കോട്ടെ? TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മു അങ്കിളിനോട് ചോദിച്ചത്. ഞെട്ടിയത് ഞാനും. ചത്താലും അത്രയിടം വരെ ഞാൻ അവളെ മഹേഷ് ഏട്ടനൊപ്പം വിടില്ല. നോക്കിക്കോ. അതെങ്ങനെ ശരിയാകും? നീ കാറിൽ പോയാൽ അച്ഛന് നാളെ കോർട്ട് പോകണ്ടേ? ശിവജ ആൻറ്റിയുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്കൊരാശ്വാസം തോന്നി. നിനക്കെപ്പോഴാണ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അവിടെ എത്ര നേരം എടുക്കും? ഒട്ടൊരാലോചനയ്ക്ക് ശേഷം അങ്കിൾ ചോദിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ 1 മണിക്കൂർ വേണ്ടി വരില്ല. ആ, അങ്ങനെയെങ്കിൽ എന്നെ കോർട്ടിലാക്കിയിട്ട് പോയാൽ പോരെ? അത് മതി അച്ഛാ, അപ്പോഴേക്കും പോയാൽ മതി. ചിപ്പിമോക്ക് ഇപ്പോൾ ക്ലാസ്സില്ലല്ലോ, മോളും കൂടി അമ്മൂനൊപ്പം ചെല്ലേ. എൻ്റെ മുഖത്തേക്ക് മറുപടിക്കായി നോക്കിയപ്പോൾ ഞാൻ തലയാട്ടി സമ്മതിച്ചു. ഉള്ളിൽ ഒരുപാട് സന്തോഷവും. അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ആൻറ്റിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. പിറ്റേന്ന് അങ്കിളിനെ കോർട്ടിലാക്കിയിട്ട് മഹേഷ് ഏട്ടൻ തിരികെ വന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. എപ്പോഴത്തെയും പോലെ ഞാൻ പുറകിലായിരുന്നു, അമ്മു മുന്നിലും. മൂകമായിരുന്നില്ല യാത്ര. ഓരോന്നും പറഞ്ഞും ചിരിച്ചും ഒരുപാട് ജോളി ട്രിപ്പ് തന്നെയായിരുന്നു. എന്നേക്കാൾ കൂടുതൽ അവരാണ് സംസാരിച്ചത്. ഞാൻ കേട്ടിരുന്നു. 2 പേരും പറയുന്ന തമാശയും കളിച്ചിരിയും ഒക്കെ. നിങ്ങളിവിടെ നിന്നാൽ മതി, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് വേഗം വരാം. കയ്യിലെടുത്ത ഫയലുമായി അമ്മ മുന്നേ ഇറങ്ങിപ്പോയി. കാറിൽ ഞാനും മഹേഷ് ഏട്ടനും മാത്രമായി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം ചിന്മയ, നല്ല ചൂട്. സീറ്റ് ബെൽറ്റ് മാറ്റിക്കൊണ്ട് മഹേഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ സമ്മതത്തോടെ ഞാനും പുറത്തേക്ക് ഇറങ്ങി. നടന്നു ചെന്ന് അടുത്തൊരു മരത്തിൻ്റെ ചോട്ടിലെ ബെഞ്ചിലേക്കിരുന്നു. തന്നോട് ഞാനൊരു കാര്യം പറയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. മഹേഷ് ഏട്ടൻ മുഖത്തേക്ക് നോക്കി. അറിയാനുള്ള ആകാംക്ഷ എനിക്കേറി. എന്താ മഹേഷ് ഏട്ടാ? വേറൊന്നുമല്ല, അന്ന് ഞാൻ വന്ന് തൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നറിയാം. അതിൻ്റെ പേര് ഒത്തിരി അടികൊണ്ടില്ലേ? സോറി. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ? അതിന് മഹേഷ് ഏട്ടൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? പക്ഷേ അന്ന് താൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിനെനിക്ക് തന്നോട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ പുരികം ചുളിച്ചു. അതേടോ, ഞാനന്ന് പോയി കണ്ട പെണ്ണില്ലേ, അവൾ ഒളിച്ചോടിപ്പോയി. അതിൻ്റെ കല്യാണം ഉറപ്പിച്ചതായിരുന്നു. എന്നിട്ടാ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വേറെ ഏതോ ചെറുക്കൻ്റെ കൂടെ പോയത്. ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നെങ്കിലും ഇതുപോലെ അവൾ പോയേനെ. ഞാൻ നാണം കെടുകയും ചെയ്തേനെ. അന്ന് അവരുടെ വീട്ടിൽ ഞാനാണ് മോശക്കാരനെന്ന് പറഞ്ഞ് കുറേ സംസാരമൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ആ വിവാഹം മുടങ്ങാൻ കാരണം താനാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അതാ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത്. കാര്യം ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണെങ്കിലും മഹേഷ് ഏട്ടൻ്റെ വായിൽ നിന്നും പ്രത്യേക ശൈലിയിൽ ആ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി പൊട്ടി. അത് കണ്ടിട്ടാവും മഹേഷ് ഏട്ടനും ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മഹേഷ് ഏട്ടന് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ആളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഉണ്ടായിരുന്നു അന്ന്, ഇപ്പോൾ തീരെയില്ല. ചിന്മയ ഇപ്പം നല്ല കുട്ടിയല്ലേ? മഹേഷ് ഏട്ടൻ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നല്ല കുട്ടിയൊക്കെ തന്നെയാ, പക്ഷേ മഹേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ആ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. മഹേഷ് ഏട്ടാ, അന്ന് അങ്ങനെയൊക്കെ നടന്നെന്ന് കരുതി ഞാൻ മഹേഷ് ഏട്ടനെ മറന്നിട്ടില്ല. സ്നേഹം കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ അതിരട്ടിച്ചിട്ടേ ഉള്ളൂ. ശരിക്കും ഞാൻ പറയുമോ മഹേഷ് ഏട്ടാ, എനിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ഇത് വെറും വാക്ക് പറയുന്നതല്ല. മഹേഷ് ഏട്ടന് എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? ഞാൻ വീണ്ടും എൻ്റെ പ്രണയത്തിന് വേണ്ടി കെഞ്ചി. ചിന്മയ, താൻ വീണ്ടും പഴയതുപോലെ തുടങ്ങുവാണോ? താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ബോധമുണ്ടോ? മഹേഷ് ഏട്ടൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. മഹേഷ് ഏട്ടാ, ഞാൻ... മതി, നിർത്തിക്കോ സംസാരം. ഇതേ തൻ്റെ കസിൻ വരുന്നുണ്ട്. മഹേഷ് താല്പര്യമില്ലാത്തതുപോലെ മുഖം തിരിച്ചു. ഞാൻ വന്ന് ഇതാരാന്ന് നോക്കി. അമ്മു ചിരിയോടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതെ തുടച്ചു മാറ്റി. മഹേഷ് ഏട്ടനും വേറെ എങ്ങോട്ടേക്കൊക്കെയോ നോക്കി നിന്നു. ദേ, ഇതെൻ്റെ ഫ്രണ്ടാണ് നിഖിൽ. അമ്മു അവൾക്കൊപ്പം വന്നൊരു ചെക്കനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞാനും മഹേഷ് ഏട്ടനും ഒന്ന് ചിരിച്ചു. എന്തൊക്കെയോ ചോദിച്ചു. തിരിച്ചുള്ള യാത്ര ആകെ ശോകമൂകമായിരുന്നു.
ഇങ്ങോട്ടേക്ക് വന്ന മഹേഷേട്ടനെ അല്ല ഒപ്പം ഉള്ളത്. ഒന്നും മിണ്ടാതെ, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സീറ്റിലേക്ക് ചാരി കണ്ണു മൂടിയിരുന്നു. ഇതെന്തോന്നും മിണ്ടാതിരിക്കുന്നേ? മഹേഷേട്ടൻ എന്തേലും പറയേ? അമ്മ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് നല്ല തലവേദന അമ്മ. അവൾക്ക് മറുപടി കൊടുത്ത് മഹേഷേട്ടൻ മുഖം ചിരിച്ചപ്പോൾ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നി. എല്ലാം ഞാൻ കാരണം, ഞാൻ മാത്രം. മഹേഷേട്ടനൊന്നും മിണ്ടിയിട്ട് എത്ര ദിവസമായി? എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ മഹേഷേട്ട? ഈ അവഗണന താങ്ങാൻ പറ്റുന്നില്ല. ചിപ്പി തകർന്നു പോകുക, ചിപ്പി തളർന്നു പോവുക. ഒഴുകിയിറങ്ങിയ കണ്ണൊന്ന് അമർത്തി തുടച്ചു. അവസാന പ്രതീക്ഷ എന്നോണം മഹേഷേട്ടന് മെസ്സേജ് അയക്കാൻ തോന്നി. ഇനിയും പുറകേത് പറഞ്ഞ് നടക്കില്ല എന്ന് പറയാൻ തോന്നി. അമ്മ മുറിയിലില്ലായിരുന്നു. പറ്റിയ അവസരവും അത് തന്നെയായിരുന്നു. മുൻപെപ്പോഴോ സേവ് ചെയ്തു വെച്ച മഹേഷേട്ടൻ്റെ നമ്പർ എടുത്തു. വാട്സപ്പിൽ ആദ്യം പോയി നോക്കി. പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിനെയൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ട് മഹേഷേട്ടൻ്റെ DP കാണാമായിരുന്നു. മഹേഷേട്ടാ, ഞാൻ ചിപ്പിയ. ഇനിയും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ? താങ്ങുന്നില്ല എനിക്ക്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അതിൻ്റെ പേരിങ്ങനെ കാണിക്കല്ലേ. സോറി. കാല് പിടിക്കാം പ്ലീസ് മഹേഷേട്ടാ. തുരുതുരെ മെസ്സേജ് അയച്ചു. കണ്ണുനീരിടയ്ക്ക് കാഴ്ച മറയ്ക്കുന്നുമുണ്ട്. എന്നിട്ടും അതിനെയൊന്നും വക വെച്ചില്ല. തുടച്ചു മാറ്റാൻ ഒരുങ്ങിയില്ല. ഒന്നിനും കഴിഞ്ഞില്ല. നിമിഷങ്ങൾക്കുള്ളിൽ മഹേഷേട്ടൻ മെസ്സേജ് കണ്ടിരുന്നു. നീല ടിക്ക് മാർക്ക് തെളിഞ്ഞു. സ്ക്രീനിൽ ടൈപ്പിംഗ് എന്ന് തെളിയാൻ കൊതിച്ചു. അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആളപ്പോഴേക്കും ഓൺലൈനിൽ നിന്നും പോയിരുന്നു. ചാറ്റ് ക്ലോസ് ചെയ്ത് കോൺടാക്റ്റ് എടുത്തു. കോൾ ബട്ടൺ അമർത്തി ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു. 1-2 പ്രാവശ്യം മുഴുവനായും റിങ് ചെയ്ത് തീരുന്നതുവരെ കാത്തിരുന്നു. എന്നിട്ടും കോൾ എടുത്തില്ല. പരാജയപ്പെടാൻ മനസ്സില്ലായിരുന്നു. വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ സ്വിച്ച് ഓഫ് ചെയ്തെന്നും മനസ്സിലായി. കിടക്കയിലേക്ക് വീണ് പിന്നെയും കണ്ണീരൊഴുക്കി. എങ്കിലും ഉള്ളിൽ അതിനോടകം ഞാൻ പലതും തീരുമാനിച്ചിരുന്നു. മഹേഷേട്ടനെ വിട്ടുകളയാൻ ചിപ്പിക്കാകില്ല. ചിപ്പിക്ക് വേണം നിങ്ങളെ, ചിപ്പിക്ക് മാത്രമായി. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങും രഞ്ജു എന്ന്. ക്ലാസ്സിലിരിക്കുമ്പോൾ മഹേഷേട്ടൻ്റെ ഓർമ്മയായിരുന്നു. ഒന്നിനും ശ്രദ്ധിക്കാൻ പോലുമായില്ല. തലേന്ന് അത്രയും കരഞ്ഞതുകൊണ്ടാകും ശബ്ദം നന്നെ അടഞ്ഞുപോയി. കണ്ണു വീർത്തിരിപ്പുണ്ട്. രഞ്ജു ആകെ ഒന്നൊഴിഞ്ഞു. മഹേഷേട്ടനെക്കുറിച്ച് അവൾക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിത്യയെപ്പോലെ രഞ്ജുവും തനിക്ക് പ്രിയപ്പെട്ടവളാണ്. മഹേഷേട്ടൻ്റെ കാര്യത്തിൽ തനിക്ക് സപ്പോർട്ടും. ഉച്ചയ്ക്ക് നീ എവിടെ പോണു? അവൾ കണ്ണു കൂർപ്പിച്ചു നോക്കി. എനിക്ക് മഹേഷേട്ടനെ കാണണം, ചിലത് പറയാനുണ്ട്. എന്നിട്ട് അന്നത്തെ പോലെ പ്രശ്നമാകാനും അതൊന്നും വേണ്ട മോളെ. വേണം, എനിക്ക് കണ്ടേ പറ്റൂ. നീ എനിക്കൊരു ഫേവർ ചെയ്യണം. നിൻ്റെ ഫോണൊന്ന് തരണം. ഫോൺ തരാം, പക്ഷെ എന്തിനാ? ബാഗ് തുറന്ന് ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടുന്നതിനൊപ്പം അവൾ പുരുകം ചുളിച്ചു. മഹേഷേട്ടനെ വിളിക്കാനാ. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് എടുക്കില്ല. തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ഗദ്ഗതമുയർന്നു പൊന്തി. വേദന ഉറന്ന് ഒരു ചിരി ചുണ്ടിൽ പതിഞ്ഞു. നമ്പർ ഡയൽ ചെയ്ത് ചെവിയോരം ചേർത്തു. എന്നെ പരീക്ഷിച്ച് വലയുന്ന കണ്ണനെ മനസ്സുരുകി വിളിച്ചു. ഹലോ, ആരാണ്? മറുപുറത്ത് നിന്നും പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം. ഉമിനീരിറക്കി വരണ്ട നാവൊന്ന് നനച്ചു. ഞാനാണ് മഹേഷേട്ട, ചിന്മയ. എനിക്കൊന്ന് കാണണം. ഞാനിവിടെ ബീച്ചിലുണ്ടാകും. പതറാതെ പറഞ്ഞൊപ്പിച്ചു. മറുതലയ്ക്കൽ വിരിഞ്ഞ ഭാവം എന്തെന്ന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വരാനൊന്നും കഴിയില്ല ചിന്മയ. നിന്റെ തമാശയ്ക്ക് നിന്ന് തരാൻ എനിക്ക് നേരവുമില്ല. വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് വരില്ല. മഹേഷേട്ടൻ ജീവനോടെ എന്നെ കാണില്ല. ചിപ്പിയ പറയുന്ന. തിരികെയുള്ള മറുപടിക്ക് പോലും കാക്കാതെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് രഞ്ജുവിനെ ഏൽപ്പിച്ചു. തമാശയാണെന്ന്. അപ്പം മഹേഷേട്ടൻ അങ്ങനെയാണോ ഇത്രയും നാളായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് ഞാൻ തെളിയിക്കും മഹേഷേട്ട. ഇന്ന് നിങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞു. ചിപ്പിയുടെ ഹൃദയം മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രം പുനർജനിപ്പിക്കാൻ കഴിയുന്നത് പോലെ അത് മരിച്ചുപോയി. ആർത്തിരമ്പുന്ന കടലമ്മയെ നോക്കി ഏറെ നേരം ആ ബെഞ്ചിലിരുന്നു. എൻ്റെ ഉള്ളും ഇതുപോലെ ഇപ്പോൾ ഇളകി മറിയുന്നുണ്ട്. പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ മഹേഷേട്ടൻ വരണം. വന്നേ തീരൂ. മണിക്കൂർ 1 ഇതുവരെയും വന്നിട്ടില്ല. ഇനിയൊട്ട് വരുത്തുമില്ലെന്ന് തോന്നി. ചിപ്പി പിന്നെയും തോറ്റു. ചിപ്പിയുടെ പ്രണയം ചിപ്പിയെ തോൽപ്പിച്ചു കളഞ്ഞു. കാല് വലിച്ച് മുന്നോട്ട് നടന്നു. അനുസരണ കെട്ട മുടി കാറ്റേറ്റ് പുറകിലേക്ക് പാഞ്ഞു. കണ്ണുനീര് കാഴ്ചയമർച്ചു. കാറ്റ് വന്ന് മൂടി കാതടഞ്ഞു.
ചിന്മയ! അകലെ നിന്നും പരിചിതമായ സ്വരം കാതു തുളഞ്ഞു കയറി. ആളെ തിരിച്ചറിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കി. അകലങ്ങളിൽ നിന്നും ഓടിയെടുക്കുന്ന മഹേഷേട്ടൻ. എൻ്റെ പ്രണയം. ഞാൻ ചിരിച്ചു, നിറഞ്ഞു ചിരിച്ചു. സന്തോഷം എൻ്റെ കവിളുകളെ തുടിപ്പിച്ച് ചുവപ്പിച്ചു. എന്ത് ഭ്രാന്താ താനീ കാണിക്കുന്നത്? ഇത്രയും ബോധമില്ലാതായോ? പല്ലെറുമ്പി ചോദിച്ചു. ഞാൻ തല താഴ്ത്തിക്കളഞ്ഞു. ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? നേരത്തെ മനസ്സിലാക്കാത്ത പ്രായമായിരുന്നു എന്തെങ്കിലും പറയാം. ഇപ്പം അങ്ങനെയാണോ? എന്ത് മെച്ചുവേർഡായിട്ട് പെരുമാറിയതാണ്? വീണ്ടും തുടങ്ങുവാണോ നീ? തുടങ്ങാൻ ഞാനൊന്നും നിർത്തിയിട്ടില്ലായിരുന്നല്ലോ മഹേഷേട്ടാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ്. മഹേഷേട്ട പറഞ്ഞതുപോലെ തമാശയൊന്നും അല്ല ഇത്. എത്ര നാളായി ഞാൻ പുറകെ നടക്കുക. എന്നിട്ട് മഹേഷേട്ടൻ എന്തിനാ എന്നെ ഒഴിവാക്കുന്നത്? ആ മുഖത്ത് നിന്നും കണ്ണെടുക്കാനായില്ല എനിക്ക്. താൻ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. ചിന്മയെ കാണുന്നതൊന്നും അല്ല എൻ്റെ ജീവിതം. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? പറയ്, എന്തുകൊണ്ട് പറ്റില്ല? ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുമോ മഹേഷേട്ടന് ഒരു തരിമ്പ് പോലും ഇഷ്ടം എന്നോട് തോന്നിയിട്ടില്ല എന്ന്? ചിന്മയെ മഹേഷ് സ്നേഹിച്ചിട്ടില്ല എന്ന്? അടിപതറി അയാൾക്ക്. നിസ്സഹായതയോടെ നോക്കുന്നു, അലിവോടെ നോക്കുന്നു, യാചിക്കുന്നു, കരയുന്നു. അങ്ങനെ പല ഭാവങ്ങൾ. നിശബ്ദമായി നിമിഷങ്ങൾ കടന്നുപോയി. മഹേഷേട്ടൻ മറ്റെങ്ങോ ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. ആരോ അന്നേരം അയാളെ വിളിച്ചു. അറ്റൻഡ് ചെയ്ത് ചെവിയിൽ ചേർത്തു. ഇപ്പോൾ വരാം സർ. ആരോട് ഫോണിലൂടെ പറയുന്നത് കേട്ടു. അങ്കിളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ചിന്മയ. മഹേഷേട്ടൻ പിന്നെയും എനിക്ക് നേരെ തിരിഞ്ഞു. പറയുന്നത് എന്താണെന്നറിയാൻ ഞാൻ കാതു കൂർപ്പിച്ച് പിടിച്ചു. ചിന്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇഷ്ടം, ചെപ്പിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളോട്. പ്രതീക്ഷയോടെ നോക്കുന്ന മുഖത്തേക്ക് നോക്കി ഞാൻ സമ്മതം അറിയിച്ചു. ഇപ്പം താൻ വീട്ടിലേക്ക് ചെല്ല്. പറ്റില്ല മഹേഷേട്ടാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടാതെ പോകില്ല. എനിക്ക് സമയം വേണം ചിന്മയ. പറയുന്നതൊന്ന് കേൾക്ക്. ഇവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ മഹേഷിനെ നീ കാണും. ആദ്യം സൗമ്യമായും പിന്നീട് ദേഷ്യത്തിലും പറഞ്ഞുകൊണ്ട് മഹേഷേട്ടൻ എന്നെ നോക്കുമ്പോൾ നിസ്സഹായതയോടെ മറുത്തു പറയാനാകാതെ ഞാൻ തിരിഞ്ഞു നടന്നിരുന്നു. വീണ്ടും കുറേയേറെ പ്രതീക്ഷകൾ കൂടുപിടിച്ചു. അർദ്ധരാത്രിയിലും മഹേഷിന് ഉറങ്ങാനായില്ല. ചെവിയിൽ തുളഞ്ഞു കയറിയ ആ പെണ്ണിൻ്റെ വാക്കുകൾ ശ്വാസം മുട്ടിച്ചു. മുറിയിൽ തലങ്ങും വിലങ്ങും അവൻ നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് അവൻ്റെ നോട്ടം എത്തി നിന്നു. എന്തു വേണമെന്നറിയില്ല. ചെയ്യുന്നത് ശരിയാണോ എന്നും. പക്ഷെ ഇനിയും അതിനെ വേദനിപ്പിക്കാൻ വയ്യ. എടുക്കുന്ന തീരുമാനം ഇപ്പോൾ സന്തോഷം കൊടുത്താലും നാളെ അതിനെ കണ്ണീര് കുടിപ്പിക്കുമോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ മഹേഷിന്. വല്ലാത്തൊരു പേടി. ബെഡിൽ അലക്ഷ്യമായി കിടന്ന ഫോൺ അവൻ കൈയെത്തിപ്പിടിച്ചു. കോൾ ലിസ്റ്റ് ചികഞ്ഞ് അഞ്ജു എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്തു. ഹലോ മഹേഷേട്ടാ, എന്താ? ഉറക്കച്ചടവോടെ അഞ്ജു ചോദിച്ചു. ഈ നേരത്തെ വിളിച്ചത് ബുദ്ധിമുട്ടായോ അഞ്ജു? ഇല്ലല്ലോ, ചേട്ടൻ പറഞ്ഞോളൂ. വീണ്ടും കൊച്ചു കുഴപ്പിച്ചോ? അഞ്ജു കളിയാക്കി ചിരിച്ചു. തനിക്ക് ചിരി, എനിക്കൊരു സ്വസ്ഥതയില്ല. അന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ ചിപ്പു വീണ്ടും അതേ കാര്യം പറഞ്ഞെന്ന്? ഇന്നും അതുപോലെ ഉണ്ടായിടി. മഹേഷ് ഒട്ടൊരു ചിരിയോടെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അഞ്ജുവിനോട് പറഞ്ഞു. മഹേഷിനെ പോലെ ഒരു ചിരി അഞ്ജുവിലും തെളിഞ്ഞു. അവളെ ചിപ്പിയ, നിങ്ങളെയും കൊണ്ടേ ആ കൊച്ചു പോകൂ. ഞാനും കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയത്, എൻ്റെ വരെ വായടപ്പിച്ച് കളഞ്ഞു. ഇനിയും മഹേഷേട്ടന് അവളെ കരയിക്കാതിരുന്നൂടെ? പറഞ്ഞൂടെ മഹേഷേട്ടൻ അവളോട് നിങ്ങൾക്ക് അതിന് പണ്ടേ ഇഷ്ടമായതാണെന്ന്, ഉള്ളി കൊണ്ട് നടക്കുവാണെന്ന്? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? തനിക്കറിയുന്നതല്ലേ കാര്യങ്ങൾ. അവൾ എങ്ങനെ ജീവിക്കേണ്ട കൊച്ചാ? വെറുതെ എൻ്റെ കൂടെ വന്ന് അതിൻ്റെ സന്തോഷം കൂടി കളയുന്നത് എന്തിനാ? എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും ഇനി? വെറുതെ എന്തിനാടോ അറിഞ്ഞു വെച്ചുകൊണ്ട്? പിന്നെ പ്രശ്നം ഉണ്ടാകില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളും അവളും പ്രേമത്തിലാണെന്നറിഞ്ഞ് അവളെ പിടിച്ച് കയ്യിൽ തരുമെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങളെ മതി എന്ന് പറഞ്ഞ് നിൽക്കല്ലേ? അനുഭവിച്ച രണ്ടും കൂടി ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയും കുറേ പൊട്ട ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ഒഴിവാക്കല്ലേ മനുഷ്യ. അഞ്ജു പറഞ്ഞത് കേട്ടിട്ടെന്തോ മഹേഷ് പൊട്ടിച്ചിരിച്ചു. ഇല്ലില്ല, ഇനി ഒഴിവാക്കില്ല. കൂടെ കൂട്ടാൻ പോവുക മഹേഷിൻ്റെ ജീവിതത്തിലേക്ക്. എൻ്റെ ഒപ്പം അവളും അനുഭവിച്ചോട്ടെ. മഹേഷ് കിടക്കയിലേക്ക് മലർന്നു വീണു. പണ്ടെങ്ങോ തുള്ളിച്ചാടി വന്നൊരു പാവാടക്കാരിയുടെ മുഖം മിഴിവോടെ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. മഹേഷ് കണ്ണുകൾ ഇറുക്കെ പൂട്ടി. കുറച്ചു നാളുകൾക്ക് പിന്നിലേക്കൊരു യാത്ര പോയി. അവൻ്റെ ചിപ്പിക്കടുത്തേക്ക്.